എന്താണ് എക്സ് പാർട്ടി ഓർഡർ? പാർട്ടി ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഒരു സമൻസ് കിട്ടിയിട്ടും ആ സമൻസിൽ പറഞ്ഞ ഡേറ്റ് പ്രകാരം നിങ്ങൾ കോടതിയിൽ ഹാജരാവാതിരിക്കുകയോ അല്ലെങ്കിൽ ആ കേസിലേക്ക് ഒരു വക്കീലിനെ ഏർപ്പെടുത്താതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം കോടതിയിൽ കേസ് വിളിക്കുകയും നിങ്ങളെ ആബ്സെന്റ് ആയി മാർക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ കോടതി നിങ്ങളെ പേര് വിളിച്ച് ആബ്സെന്റ് ആക്കുന്നതിനാണ് എക്സ് പാർട്ടി ആക്കുക എന്ന് പറയുക. ഇങ്ങനെ ആ കേസിൽ നിങ്ങൾ എക്സ് പാർട്ടി ആവുന്നത് കൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് നിങ്ങൾ എക്സ് പാർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗം കേൾക്കാതെ ഹർജിക്കാരി പറഞ്ഞ ആവശ്യം കോടതിക്ക് അംഗീകരിച്ച് അതിലൊരു വിധി പറയേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. അതുകൊണ്ട് എന്ത് സമൻസ് കോടതിയിൽ നിന്ന് വന്നാലും അന്നത്തെ ദിവസം ഹാജരാവാൻ മടിക്കരുത്. പിന്നെ ചിലരുടെ സംശയമാണ് ഇങ്ങനെ എക്സ് പാർട്ടി ഓർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നമ്മുടെ ഭാഗം പറയാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. എക്സ് പാർട്ടി സെറ്റ് സൈഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് കോടതിയിൽ അന്നത്തെ ദിവസം ഹാജരാവാതെന്നുള്ള വ്യക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കോടതിയെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ എക്സ് പാർട്ടി ഓർഡർ സെറ്റ് സൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്.